ലഹരിമരുന്ന് വാങ്ങാൻ പണം കണ്ടെത്താനായി കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ 4 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ പി ബിജുരാജിന്റെ നേതൃത്വത്തിലുള്ള സിറ്റി ക്രൈം സ്ക്വാഡും കസബ ഇൻസ്പെക്ടർ എൻ പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള കസബ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കേസിൽ ഉൾപ്പെട്ട മറ്റു 2 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോട്ടപ്പറമ്പ് ആശുപത്രിക്ക് സമീപത്തു നിന്നും മലപ്പുറം സ്വദേശിയുടെ കഴുത്തിൽ കത്തിവെച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങി ഗൂഗിൾ പേയുടെയും പേടിഎമ്മിന്റെയും പാസ്വേഡ് പറയിപ്പിച്ച് 1.5 ലക്ഷം രൂപയോളം കവർന്ന കേസിലാണ് 4 പ്രതികൾ അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 21-ന് രാത്രിയിലായിരുന്നു അറസ്റ്റിനാസ്പദമായ സംഭവം നടന്നത്. CCTV ക്യാമറകൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങളിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ കേന്ദ്രീകരിച്ചുമായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. നഗരത്തിൽ രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുന്ന സംഘങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. അതിനിടെയാണ് മുഖ്യപ്രതിയായ അർഫാന്റെ നേതൃത്വത്തിൽ കത്തിയുമായി ഒരു സംഘം നഗരത്തിൽ രാത്രികാലങ്ങളിൽ ഭീതി പരത്തി കറങ്ങുന്നതായി കണ്ടെത്തിയത്. സ്ഥിരമായി ഒരേ സ്ഥലത്ത് തമ്പടിക്കാത്ത സംഘത്തെ കുടുക്കാൻ നടത്തിയ നിരന്തര ശ്രമങ്ങൾക്കൊടുവിലാണ് 4 പേരെ ഇപ്പോൾ കസബ പോലീസ് പിടികൂടിയത്. MDMA ഉപയോഗിക്കാറുള്ള പ്രതികൾ അതിനാവശ്യമായ പണം കണ്ടെത്താനാണ് കവർച്ച നടത്തുന്നതെന്ന് കസബ പോലീസ് ഇൻസ്പെക്ടർ എൻ പ്രജീഷ് പറഞ്ഞു. പ്രധാനമായിട്ടും മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള MDMA സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെ. ഈ മയക്കുമരുന്നിൻ്റെ ആവശ്യത്തിലേക്കാണ് ഇവർ ഈ കവർച്ച പ്ലാൻ ചെയ്തതും നടപ്പാക്കിയതെന്നാണ് പോലീസിൻ്റെ നിലവിൽ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് 2 പേരെ കൂടെ പിടിയിലാവാനുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 20 വയസ്സുള്ള അർഫാനെതിരെ 20-ലധികം കേസുകൾ നിലവിലുണ്ട്. അജ്മൽ ബിലാൽ നിരവധി കേസുകളിൽ അർഫാന്റെ കൂട്ടുപ്രതിയായിരുന്നു. മാത്തോട്ടം സ്വദേശി റോഷൻ അലി പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ രാസലഹരി മരുന്ന് കേസിൽ പ്രതിയാണ്. പ്രതികൾ കവർച്ച നടത്തിയ ഫോണും കൃത്യത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളും കസബ SI MK റസാഖിന്റെ നേതൃത്വത്തിലുള്ളവരുമാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.